ലാൽസലാം സഖാക്കളെ, നന്മയുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സഖാക്കളെ, നമ്മളൊരു തീരുമാനത്തിലോട്ട് എത്തേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ ഒരിക്കലും പ്രകോപിതരാവില്ല എന്നൊരു തീരുമാനം നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. കാരണം ആശയം കൊണ്ടും ആദർശം കൊണ്ടും നമ്മൾ നമ്മുടെ രാഷ്ട്രീയം പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ പോസ്റ്റിന്റെ താഴെ വന്ന് ഒരു കാരണവുമില്ലാതെ, ഒരു പ്രകോപനവുമില്ലാതെ തെറികൾ വിളിക്കുന്ന കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒരുപാട് സൈബർ മേഖലയിൽ ഇടപെടുന്ന അണികളെ നാം കാണാനിടുകയുണ്ട്. നമ്മൾ അവരെ നമ്മുടെ കമന്റ് ബോക്സിലുമൊക്കെ അത് കാണുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടിട്ടല്ല, 7.5 വർഷമായിട്ട് അവർ പ്രതിപക്ഷത്താണ്. ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും 7.5 വർഷമായിട്ട് പ്രതിപക്ഷത്താണ്. കക്കാനും മുക്കാനും നക്കാനും വെള്ളയും ഇട്ട് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലും നിയമസഭ മന്ത്രത്തിന്റെ മുമ്പിലും അതുപോലെ MLA ഹോസ്റ്റലിന്റെ മുമ്പിലൊക്കെ പോയി നിന്നുകൊണ്ട് ജോലി വാങ്ങിത്തരാം, അവിടെ സ്ഥലം മാറ്റി അങ്ങോട്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് കാശ് മേടിച്ച് സുഖിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന പലരും ഇന്ന് തടി അനങ്ങി, മെയ് അനങ്ങി, കതറൊക്കെ വിയർപ്പ് പറ്റി, അഴുക്ക് പറ്റി ജോലി ചെയ്ത് കുടുംബം പോറ്റേണ്ട അവസ്ഥയിലാണ്. മാത്രമല്ല, ദിവസവും 3-4 പേര് വെച്ച് BJPയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യനെന്നുള്ള നിലയിൽ ഇതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ മാനസിക നില തെറ്റി അവർക്ക് ആ ദേഷ്യം തീർക്കാൻ നമ്മളെ ഉള്ളൂ. അവർ നമ്മുടെ സഹോദരങ്ങളാണ്. ആ വിഷമം അവർ നമ്മളെ വന്ന് തെറിവിളിക്കുകയോ എടുക്കുകയോ ചെയ്ത് തീർത്തോട്ടെ. ഞാനിത് വെറുതെ പറഞ്ഞതല്ല. കാരണം നമ്മളൊക്കെ ബഹുമാനിക്കുന്നവർ വരെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് നമ്മളെടുത്ത് ഊള വർത്തമാനം പറയുന്നെങ്കിൽ, മോശമായ കമന്റുകൾ ഇടുന്നെങ്കിൽ അവരൊക്കെ എത്രമാത്രം മാനസിക നില തെറ്റി നിൽക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവർ ചിലപ്പോൾ ഒക്കെ നമ്മുടെ സ്വന്തം സഹോദരൻ വന്ന് നമ്മളെ നാളെ തെറി വിളിച്ചാൽ നമ്മൾ ചിലപ്പോൾ കേട്ടോണ്ടിരിക്കില്ലേ, നമ്മുടെ മാനസിക നില തെറ്റിയ ഒരു സഹോദരൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അതുപോലെ അവർ നമ്മുടെ മാനസിക നില തെറ്റിയ സഹോദരങ്ങളാണ്. ലീഗിന്റെയും കോൺഗ്രസിന്റെയും സൈബർ മേഖലയിലും വാട്സാപ്പിലും ഒക്കെ വന്ന് നമ്മളെ തെറി വിളിക്കുന്നവരുണ്ടാവും. സത്യത്തിൽ അവരുടെ നേതാക്കന്മാർ കാണിക്കുന്ന രാഷ്ട്രീയ നെറുകേടുകൾക്കെതിരെയാണ് നമ്മൾ പ്രതികരിക്കുന്നത്. പക്ഷെ അവരുടെ രാഷ്ട്രീയ നേതാക്കന്മാർ എന്തൊക്കെ കാണിച്ചാലും അവർക്കൊന്നും ഒരു വിഷയമല്ല. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും സഖാക്കന്മാരെ സംഘികളാക്കണം, അതാണ് അവരുടെ ഉദ്ദേശം. അപ്പൊ അത് നടക്കാതെ അവരുടെ നേതാക്കന്മാർ എന്ന ദിവസവും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാനസിക നില തെറ്റും. നമ്മൾ രാഷ്ട്രീയം പറയുമ്പോൾ അവർ വന്ന് നമ്മുടെ രാഷ്ട്രീയ പോസ്റ്റിൽ തെറി വിളിക്കും. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, കോൺഗ്രസിന്റെയും ലീഗിന്റെയും നമ്മുടെ സുഹൃത്തുക്കൾ വരുണ്ട്, നമ്മൾ ബഹുമാനിക്കുന്നവർ വരുണ്ട്, അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങൾ എന്നുള്ള നിലയിൽ തന്നെയാണ് ഞങ്ങൾ ആശയവും ആദർശവും കൊണ്ട് രാഷ്ട്രീയം പറയുന്നത്. അതുപോലെ ഞങ്ങളും നിങ്ങളുടെ സഹോദരങ്ങളാണെന്നുള്ള ചിന്തയിൽ ഞങ്ങളോട് രാഷ്ട്രീയം പറയുക. ദയവ് ചെയ്ത് ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നിടത്ത് വന്ന് ഞങ്ങളെ ഊള കമന്റുകൾ ഇടാതിരിക്കുക. പിന്നെ പ്രത്യേകിച്ച് സഖാക്കന്മാരോട് പറയാനുള്ളത്, നമുക്ക് നമ്മുടെ ഇടതുപക്ഷ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനദ്രോഹ നടപടികളും കേരളത്തിനോടുള്ള അവഗണനയും അവരുടെ വർഗീയതയെ കുറിച്ച് സംസാരിച്ച് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക. കേരളത്തിലെ കോൺഗ്രസ് സംഘപരിവാറിന് വേണ്ടി കുഴലൂത്ത് നടത്തി K. സുധാകരൻ അടക്കം കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും ഇന്നല്ലെങ്കിൽ നാളെ BJPയിലോട്ട് പോകാനുള്ളവരാണെന്ന് തെളിവുകളടക്കം ജനങ്ങളെ ബോധിപ്പിക്കുക. നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കമന്റ് ബോക്സിലോ വാട്സാപ്പിലോ ഒക്കെ വന്നിട്ട് നമ്മളെ തെറി വിളിക്കുന്ന സംഘപരിവാറിന്റെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദമെടുത്ത കോൺഗ്രസിന്റെയും ലീഗിന്റെയും അണികൾ ഉണ്ടാവും. അവർ നമ്മുടെ സഹോദരങ്ങളാണെന്ന് കരുതി കണ്ടില്ല എന്ന് നടിച്ച് അവരെ ഒരു വഴിക്കൂടെ വിട്ടേക്കുക. മിക്കവാറും ഒരു 2.5 കൊല്ലം കൂടെ കഴിയുമ്പോൾ ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് ലീഗുകാർ കൂടുതലുള്ള സ്ഥലങ്ങളിൽ, ഓരോ 1-2 മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങേണ്ടി വരും ഇവരെ പാർപ്പിക്കുന്നതിന് വേണ്ടി എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്മകൾ മാത്രം നേരുന്നു. നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു.